അസ്സലാമു അലൈക്കും. എൻ്റെ പേര് നൗഷാദ്. ഖുർആനിൽ പല സ്ഥലങ്ങളിലായിട്ട് അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, എല്ലാം കണക്കാക്കി വച്ചിരിക്കുന്നവനാണ് എന്ന് പരാമർശിക്കുന്നു. അപ്പോൾ പടച്ചതമ്പുരാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനെ കുറിച്ചും എല്ലാം ആദ്യമേ കണക്കാക്കി വെച്ചിട്ട് നമ്മൾ ദൈവത്തിൻ്റെ ആ കണക്കാക്കലിനും അനുചിതമായി നമ്മൾ ജീവിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മരണാനന്തരം അല്ലെങ്കിൽ പടച്ചതമ്പുരാന്റെ അറിവ് നമ്മുടെ ജീവിതത്തിൽ എന്നും ഇങ്ങനെ ദൈനംദിന ജീവിതത്തിൽ എന്നും ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മുടെ ഈ ജീവിതത്തിൽ എന്താണ് നമ്മൾ പ്രവർത്തിക്കേണ്ട കർമ്മം, നമ്മുടെ സ്വന്തമായ സ്വാധീനം നമ്മുടെ ഈ കർമ്മത്തിൽ ഉണ്ടാകുമോ, അതോ പടച്ചതമ്പുരാന്റെ ആ സ്വാധീനം എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ അപഗ്രഥിക്കുന്നു എന്നുള്ളത് ശാസ്ത്രീയമായി എങ്ങനെ സൂചിപ്പിക്കാമെന്ന് വെച്ചാൽ? വിധിവിശ്വാസവുമായി ബന്ധപ്പെട്ടത്, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എല്ലാം അറിയുമെന്നിരിക്കെ പിന്നെ അവന്റെ അറിവിന്റെ ഭാഗമാണ് ഈ എല്ലാം എന്നിരിക്കെ പിന്നെ നമ്മളുടെ ചെയ്തിക്ക് എന്തർത്ഥം എന്നാണ്. അത് വളരെ കൃത്യമായി ഇസ്ലാമിലെ വിധിവിശ്വാസത്തെ തെറ്റിദ്ധരിച്ചത് കൊണ്ടോ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിലെ വിധിവിശ്വാസത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടായതുകൊണ്ടോ ഉണ്ടായ ഒരു അബദ്ധധാരണയാണ്. പ്രപഞ്ചത്തിലെ എല്ലാം ഒരു കണക്കനുസരിച്ചാണ് നടക്കുന്നത്. പടച്ചതമ്പുരാന്റെ വിധിയുടെ ഭാഗമാണിത്. ഈ പ്രപഞ്ചത്തിലെ എല്ലാം ആ കണക്കാണ് നമ്മൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നത്, അല്ലെ? ഈ പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ എല്ലാ പ്രതിഭാസങ്ങളും, ഇപ്പൊ ഞാൻ പറഞ്ഞു 30,000 കോടി ഗാലക്സികൾ, അതിന്റെ നിലനിൽപ്പ്, അതിന്റെ എല്ലാം ഒരു വ്യവസ്ഥയോടുകൂടിയാണ്. ആ വ്യവസ്ഥക്കാണ് ദൈവിക വിധി എന്ന് പറയാം. ആ വ്യവസ്ഥയുടെ ഭാഗം തന്നെയാണ് നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേ, അല്ലെ? അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നില്ല. ആ മിൽക്കി വേയുടെ ഭാഗം തന്നെയാണ് നമ്മുടെ സൂര്യൻ, അതിന്റെ ഭാഗം തന്നെയാണ് നമ്മുടെ ഭൂമി. ആ ഭൂമിയില് ദശലക്ഷക്കണക്കിന് ജീവജാലങ്ങളുണ്ട്. ആ ജീവജാലങ്ങളിൽ ഒരു ജീവജാലമായ ഒരു ജീവിവർഗമായ മനുഷ്യനും ഇതിന്റെ ഭാഗം തന്നെയാണ്. ആ മനുഷ്യനും ദൈവിക വിധി ബാധകമാണ്. പക്ഷേ മനുഷ്യന് പടച്ചതമ്പുരാൻ നൽകിയ ഒരു സവിശേഷതയുണ്ട്. എന്താണത്? സ്വാതന്ത്ര്യം, അസ്തിത്വത്തിന്റെ സ്വാതന്ത്ര്യം. ആ അസ്തിത്വത്തിന്റെ സ്വാതന്ത്ര്യമാണ് ഖുർആനിലെ 95-ാമത്തെ അധ്യായം സൂറത്തു തീനിലെ 4-5 വചനങ്ങൾ. എന്താണ്? മനുഷ്യന് കർമ്മങ്ങൾ മൂലം മനുഷ്യനെ പടച്ചതമ്പുരാൻ ഏറ്റവും ഉന്നതമായ രീതിയിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്, ഏറ്റവും ഉത്തമമായ ഉത്കൃഷ്ടമായ രീതിയിൽ. അവന് അധമനിൽ അധമനായി മാറുവാനും അവന് കഴിയും. ഇത് രണ്ടും മനുഷ്യാസ്തിത്വത്തിന്റെ മാത്രം സവിശേഷതയാണ്. ഉന്നതനാകുവാനും അധമനാകുവാനും കഴിയുക എന്നത്. അതിന് ഉന്നതനാകാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് നൽകിയിട്ടുണ്ട്, അധമനാകാനുള്ള സ്വാതന്ത്ര്യവും മനുഷ്യനുണ്ട്. പക്ഷേ ആ ഉന്നതനും അധർമ്മനുമാകുവാനുള്ള മനുഷ്യന് നൽകപ്പെട്ട സ്വാതന്ത്ര്യം പടച്ചതമ്പുരാന്റെ വിധിയുടെ ഭാഗം തന്നെയാണ്, പടച്ചതമ്പുരാന്റെ കണക്കാക്കലിന്റെ ഭാഗമാണ്. വേറെ ജീവികൾക്കൊന്നും അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ല, വേറെ ജീവജാലങ്ങൾക്കൊന്നും അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ല. മനുഷ്യന് മാത്രമേ അതിന് കൊടുത്തിട്ടുള്ളൂ. ഉന്നതനും അധമനുമാകുവാൻ, അഥവാ പ്രകൃതി ഉപയോഗപ്പെടുത്തുവാൻ, പ്രകൃതിയെ ഉപയോഗിക്കുവാനും ഉപഭോഗിക്കുവാനും സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം മനുഷ്യാസ്തിത്വത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് അവൻ ഉന്നതനാകാം, അല്ലെങ്കിൽ അധമനാകാം. പിന്നെ ഉള്ള പ്രശ്നം എന്താണ്? പടച്ചതമ്പുരാന്റെ അറിവാണ്. പടച്ചതമ്പുരാന്റെ അറിവ് നമുക്ക് എന്താ നല്ലതോ ചീത്തയോ ആകാൻ കഴിയുന്നത് കൊണ്ടാണ് പ്രവാചകന്മാരെ അയച്ചത്. അല്ല എങ്കിൽ പടച്ചവൻ കണക്കാക്കിയതനുസരിച്ച് ഒരു പ്രത്യേക പ്രോഗ്രാമിംഗ് അനുസരിച്ച് ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്താണ് പ്രവാചകന്മാരെ പറഞ്ഞേക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ വെറുതെ പഠിച്ചവൻ പോയത്തെ ചെയ്യുക? പ്രവാചകന്മാരയക്കുക, വേദഗ്രന്ഥങ്ങളയക്കുക, എന്നിട്ട് അതനുസരിച്ച് ജീവിക്കാൻ പറയാ. എന്നിട്ടോ പഠിച്ചവൻ ഇങ്ങനെ ചാവി എടുത്തതിനനുസരിച്ച് മാത്രം ചലിക്കാൻ പറ്റുന്ന കുറെ മനുഷ്യന്മാർ ഒരിക്കലും ഇല്ല അത്. പിന്നെ എന്താണ് പ്രവാചകന്മാരയച്ചത്? എന്തിനാണ്? മാർഗദർശനം ചെയ്യാൻ. ആ മാർഗദർശനം ചെയ്യുക എന്നത് പ്രവാചകന്മാരെ മൃഗങ്ങളുടെ ലോകത്തൊന്നും നടന്നിട്ട് പോയിട്ടില്ലല്ലോ. എന്താ പോകാതിരുന്നത്? മൃഗങ്ങൾക്കൊന്നും അതിന് കഴിയില്ല. മൃഗങ്ങൾക്ക് നല്ല മൃഗവും ചിത്തമൃഗവും ആകാൻ കഴിയില്ല. മനുഷ്യൻ മാത്രമേ നന്മയും തിന്മയും ചെയ്യാൻ കഴിയൂ. മൃഗങ്ങൾ എല്ലാം അവയുടെ ജനിതക കോഡുകളിൽ രേഖപ്പെടുത്തപ്പെട്ടതനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യനോ? മനുഷ്യന് തെറ്റ് ചെയ്യാനും ശരി ചെയ്യാനും കഴിയും. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാർ വന്നു. ആ പ്രവാചകന്മാർ വരികയും അവരെ മാർഗദർശനം നടത്തുകയും എല്ലാം ചെയ്തത് എന്തിനു വേണ്ടിയാ? മനുഷ്യന് ഇത് രണ്ടും ചെയ്യാൻ കഴിയുന്നത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മനുഷ്യാസ്തിത്വത്തിന് പ്രത്യേകമായി നൽകപ്പെട്ട ഈ സ്വാതന്ത്ര്യം
പടച്ച തമ്പുരാന്റെ വിധിയുടെ ഭാഗം തന്നെയാണ്. ആ സ്വാതന്ത്ര്യമാകട്ടെ നന്മയിലൂടെ ഉപയോഗപ്പെടുത്തപ്പെടുമ്പോൾ അവന് പരലോകത്ത് നന്മണി ഉണ്ടാകും, തിന്മയിലൂടെ ഉപയോഗപ്പെടുത്തുമ്പോൾ പരലോകത്ത് തിന്മയുണ്ടാകും. ഇത് പടച്ച തമ്പുരാന്റെ അറിവാണ്. സുഹൃത്തിന്റെ ചോദ്യത്തിന് പ്രധാനപ്പെട്ട പശ്ചാത്തലം പഠിച്ചവർക്ക് ഇതെല്ലാം മുൻപേ അറിയില്ലെന്ന്. പഠിച്ചവർക്ക് മുൻപേ അറിവ്, പിൻപേ അറിവ്, ഇപ്പോൾ അറിവ് എന്ന അറിവില്ല എന്ന് മനസ്സിലാക്കുന്നതോടെ ഈ പ്രശ്നം കഴിഞ്ഞു. എന്താണത്? നമ്മുടെ അറിവിന് 3 തലങ്ങളുണ്ട്: ഭൂതകാലം, ഭാവികാലം, വർത്തമാനകാലം. ഈ കാലനിബദ്ധമായിട്ടല്ലാതെ നമ്മുടെ അറിവ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം നാം കാലത്തിന് വിധേയമാണ്. ഈ കാലമില്ലാത്തൊരു അറിവ് നമ്മുടെ തലച്ചോറിന് ഉൾക്കൊള്ളാൻ പറ്റില്ല. പടച്ചവന്റെ അസ്തിത്വത്തെ കുറിച്ച് കാലമില്ലാത്ത ഒരു അറിവ്, ഇന്നലെ ഇന്ന് നാളെ എന്നില്ലാത്തൊരു അറിവ് നമ്മുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്നാൽ പടച്ച തമ്പുരാന് കാലമില്ല. കാലം പടച്ചവന്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് തന്നെ പടച്ച തമ്പുരാന് കാലമില്ല. ആ കാലാതീതമായ അറിവാണ് പടച്ചവന്റെ അറിവ്. അതുകൊണ്ട് തന്നെ ഭൂത, ഭാവി, വർത്തമാന കാലങ്ങളില്ല. ആ കാലങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ പടച്ച തമ്പുരാന്റെ അറിവിനെ നമ്മുടെ മസ്തിഷ്കം കൊണ്ട് നാം അപഗ്രഥിക്കാൻ ശ്രമിക്കുമ്പോൾ അബദ്ധം ഉണ്ടാകും. പടച്ചോനക്ക് കാലമില്ലാത്തതുപോലെ പടച്ച തമ്പുരാന്റെ അറിവിന് കാലമില്ല. അതുകൊണ്ട് തന്നെ ആ അറിവിന് നമുക്കുള്ള അറിവ് എന്നുള്ളത് ഈ കാലത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള അറിവാണ്. ആ കാലത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലുള്ള അറിവിന്റെ മസ്തിഷ്കത്തിൽ വെച്ച് അത് അപഗ്രഥിക്കുവാൻ വേണ്ടി നമുക്ക് നൽകപ്പെട്ട മസ്തിഷ്കത്തിൽ വെച്ച് കാലാതീതനായ, കാലമില്ലാത്ത പടച്ച തമ്പുരാന്റെ അറിവിനെ അപഗ്രഥിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ അബദ്ധം സംഭവിക്കുന്നത്. ഇവിടെ അള്ളാഹുവിന് ഇതെല്ലാം അറിയാം, അള്ളാഹുവിനെല്ലാം അറിയുന്നു, അള്ളാഹുവിനെല്ലാം അറിയുകയും ചെയ്യും. അതിനർത്ഥം നാളെ വരാനിരിക്കുന്നത് പടച്ച തമ്പുരാന്റെ അനുഭവത്തിൽ നാളെയല്ല വരിക. പടച്ച തമ്പുരാന് അങ്ങനെ നാളെ, ഇന്നലെ, ഇന്ന് എന്നീ സങ്കല്പങ്ങളില്ല. അത് നമ്മുടെ മനസ്സിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞാൽ കഴിയില്ല. കാരണം നമ്മുടെ മനസ്സ് ഈ 3 തലത്തിലുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ചിന്തിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ പടച്ച തമ്പുരാന്റെ കാലാതീതമായ അറിവിനെ നമ്മുടെ കാലനിബദ്ധമായ അറിവിൽ വെച്ച് സംശ്ലേഷണം ചെയ്യാൻ ശ്രമിക്കുന്നത് മൂലമാണ് അബദ്ധമുണ്ടാകുന്നത്. അതേസമയം പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയ സ്വാതന്ത്ര്യം കൃത്യമാണ്. ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തേണ്ട സുഹൃത്ത് ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഞാൻ കേട്ടതുകൊണ്ടാണ് ഞാൻ ഉത്തരം പറഞ്ഞത്. ഇതെല്ലാം പഠിച്ചവനക്ക് മുമ്പേ അറിയാലോ, അതുകൊണ്ട് ഞാൻ ചോദിക്കണില്ല, ഇയാൾ പറയണില്ല എന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കൂല. അവിടെ എന്താണ്? നാം പറയുമ്പോൾ പടച്ച തമ്പുരാൻ ഞാൻ ഇന്നലെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് താൻ പറയാൻ പറ്റൂല എന്ന് പറഞ്ഞ് പിടിച്ചു വെക്കണില്ല, അല്ലെ? ഞാൻ ശരി ചെയ്യാൻ പോകുമ്പോഴായി എന്നെ നരകത്തിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ശരി ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് നമ്മൾ തട്ടിമാറ്റണില്ല, ഉണ്ടോ? ഇല്ല. പക്ഷേ നമുക്ക് നൽകപ്പെട്ട സ്വാതന്ത്ര്യം പടച്ച തമ്പുരാന്റെ അറിവിന്റെ ഭാഗമാണ്. ആ അറിവാകട്ടെ നമ്മുടെ സംശ്ലേഷണത്തിന് വിധേയമല്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. അവിടെ പ്രശ്നം കഴിയും. അതല്ലാത്തിടത്തോളം കാലം പടച്ച തമ്പുരാന്റെ അറിവിനെ നമ്മുടെ അറിവുമായി താരതമ്യം ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ്, നമ്മുടെ പരിമിതമായ അറിവിൽ വെച്ച് പടച്ച തമ്പുരാന്റെ വിശാലമായ അറിവിനെ അപഗ്രഥിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ അബദ്ധം സംഭവിക്കുന്നത്. പടച്ച തമ്പുരാന്റെ അറിവ് അതിവിശാലമാണ്. ഈ കാലങ്ങൾക്ക് അതീതമായ അറിവാണ്. നമ്മുടേതാകട്ടെ കാലങ്ങൾക്ക് അതീതമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ അറിവ് കാലനിബദ്ധമാണ്. ഈ കാലത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ആ അടിസ്ഥാനത്തിൽ കാര്യം മനസ്സിലാക്കിയ പ്രശ്നമല്ല. നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യത്തിന് അനുസരിച്ചാണ് നന്മയും തിന്മയും വിധിക്കുക. ഒരിക്കലും നാം ചെയ്യാത്തൊരു കാര്യത്തിന് നാം ശിക്ഷിക്കപ്പെടില്ല, നാം ചെയ്യാത്തൊരു കാര്യത്തിന് നമുക്ക് പ്രതിഫലം ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കി. അസ്സലാമു അലൈക്കും. സൂറത്തു റഹ്മാനിലെ മർജൽ ബഹ്റൈനിയൽ തഖിയാൻ എന്ന ആയത്തിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? എന്ന സൂറത്ത് റഹ്മാനിലെ വചനം, അതിന്റെ വിവക്ഷയാണ്. ഇവിടെ പല തലങ്ങളിൽ ആ വചനം വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. 2 സമുദ്രങ്ങൾ, ആ
സമുദ്രങ്ങൾക്കിടയിലുള്ള ബൈനഹുമാ ബർസഖൻ ലാ യബ്ഗിയാൻ എന്ന് പറയും. അവക്കിടയിലുള്ള ഒരു ബർസഖുണ്ട്, ഒരു മറയുണ്ട്, പരസ്പരം അതിക്രമിക്കാത്ത എന്ന് പറയുന്ന വചനങ്ങൾ. എന്താണ് ഈ വചനങ്ങളുടെ വിവക്ഷ? മുമ്പുള്ള മുഫസ്സിരീങ്ങളല്ല, രണ്ട് സമുദ്രങ്ങൾ എന്നതുകൊണ്ട് രണ്ട് ജലാശയങ്ങളാണ് വിവക്ഷ എന്നും, ആ രണ്ട് ജലാശയങ്ങളിൽ ഒന്ന് സമുദ്രവും അതേപോലെ തന്നെ നദിയും തമ്മിലുള്ള ആ യോജിപ്പാണ്. അവിടെ ഇവ രണ്ടും തമ്മിൽ നിലനിൽക്കുന്ന ഈ ഉപ്പുള്ള ജലവും അതേപോലെ ഉപ്പില്ലാത്ത ജലവും അവ തമ്മിൽ നിലനിൽക്കുന്ന ഒരു മഴ, അതാണ് ഉദ്ദേശിക്കുന്നത് എന്നുമെല്ലാം വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്നാൽ ആധുനികമായ പഠനങ്ങൾ ബഹ്റൈനിൽ നിന്നുള്ള പദപ്രയോഗം പോലും കൃത്യമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മെഡിറ്ററേനിയൻ ഉൾക്കടലിൽ ചില ആന്തരിക ജലപ്രവാഹങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആന്തരിക ജലപ്രവാഹങ്ങൾ എന്ന് പറഞ്ഞാൽ മുകളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഉപ്പു പ്രവാഹം ഒരേ സമുദ്രത്തിൽ തന്നെ ആ സമുദ്രത്തിന്റെ പ്രവാഹത്തിന് എതിർ ദിശയിൽ മറ്റ് ജലപ്രവാഹങ്ങൾ അഥവാ ഉപ്പുരസമില്ലാത്ത ശുദ്ധ ജലപ്രവാഹങ്ങൾ ഒരേ സമുദ്രത്തിൽ തന്നെ രണ്ട് ജലപ്രവാഹങ്ങൾ. ഇത് ആകട്ടെ ഒറ്റ സമുദ്രത്തിൽ തന്നെ ഇങ്ങനെ ഒഴുകിയിട്ടും പരസ്പരം കൂടിക്കലരാതെ നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു അത്ഭുതമാണ്. പരിശുദ്ധ ഖുർആനിലെ വചനം വ്യക്തമാക്കുന്നത് പോലെ തന്നെ, അഥവാ ഒരു സമുദ്രവും മറ്റൊരു സമുദ്രവും ഒരേ സമുദ്രത്തിൽ തന്നെ, ഒരു സമുദ്രത്തിന്റെ തന്നെ രണ്ട് ഭാഗങ്ങളിൽ അല്ലെങ്കിൽ മുകളിലൂടെയും താഴെയുടെയും ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നതും അവ തമ്മിൽ ഒരിക്കലും കൂടിക്കലരുന്നില്ല എന്നതും ആ അന്തർഭാഗത്ത് കൂടി ഒഴുകുന്ന ഈ സ്വീറ്റ് വാട്ടർ അഥവാ നല്ല വെള്ളം, ആ നല്ല വെള്ളം നമുക്ക് സാധാരണഗതിയിൽ കിണറ്റിൽ നിന്നെല്ലാം കിട്ടുന്നത് പോലെയുള്ള ശുദ്ധജലമാണ് എന്നുമുള്ള വസ്തുതകൾ വളരെ അത്ഭുതകരമാണ്. പരിശുദ്ധ ഖുർആനിന്റെ അത്ഭുതങ്ങളിൽ ഒന്നുകൂടിയാണിത് എന്ന് സൂചിപ്പിക്കുന്നു.